ആ നമ്മുടെ ഈ എത്തനോൾ പെട്രോൾ വന്ന പിന്നെ ഈ വണ്ടികളുടെ കാർബറേറ്ററിന് കംപ്ലൈന്റ് കൂടുതലാന്ന് പറഞ്ഞു. ആ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലേക്കാണ് കുറേ ചർച്ചകൾ ഇതിനെപ്പറ്റി നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. അഭിപ്രായം ശരിക്കും ഈ എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ, എഥനോൾ എന്ന് പറയുമ്പോഴത്തേനും ഒരു ബയോ ഫ്യൂവലാണ്. ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് 1 ലിറ്റർ പെട്രോളിനകത്ത് 20% എഥനോൾ. ആ എഥനോൾ വരുമ്പോഴത്തേനും ഈ എഥനോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈർപ്പത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് എഥനോളിന് കൂടുതലാണ്. ടാങ്കിനുള്ളിലുള്ള ഈർപ്പത്തിനെ പെട്ടെന്ന് പെട്രോളിലേക്ക് വലിച്ചെടുക്കും. അത് തണുത്ത സമയങ്ങളിലാകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ളിലൊരു ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പത്തിനെ ഈ എഥനോൾ വലിച്ചെടുത്ത് പെട്രോളിലേക്ക് എത്തിക്കും. പെട്രോളിനകത്ത് വെള്ളം കിടന്നു കഴിയുമ്പോൾ വെള്ളം എപ്പോഴും താഴെ ആയിരിക്കും കിടക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് പെട്രോൾ ടാപ്പിനകത്ത് ആദ്യം ഇറങ്ങി വരുന്നത് വെള്ളമായിരിക്കും. വെള്ളം കാർബേറ്ററിനകത്തുള്ളിൽ വന്നു കഴിയുമ്പോഴത്തേനും എന്തേ ഇതാണ് അവസ്ഥ. കണ്ടോ? ഇല്ല, നമുക്ക് ഇതിൻ്റെ ജെറ്റ് അടയാനായിട്ട്, ഇതിൻ്റെ ജെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഹോളുകളാണ്. അതടയാനായിട്ട് ഒരു തുള്ളി വെള്ളം മതി. ഒരു തുള്ളി വെള്ളം കൊണ്ട് ശരിക്കും ഇതിൻ്റെ ജെറ്റുകൾ അടഞ്ഞു പോകും. ജെറ്റുകൾ അടഞ്ഞു പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിക്ക് മിക്സിങ് വരും. പിന്നെ ഓവർഫ്ലോ നീഡിലിന് ഇടയ്ക്ക് ഈ സാധനം കയറിയിരുന്ന് കഴിയുമ്പോഴാണെങ്കിലും ഓവർഫ്ലോ നീഡിലിന് പെട്രോളിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. വണ്ടിക്ക് ഓവർഫ്ലോ കംപ്ലൈൻറ്റുകൾ, ഒരുപാട് വണ്ടികൾക്ക് ഓവർഫ്ലോ കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം ഈ എഥനോളാണ്. പല ആൾക്കാർക്കും ഇത് ഈ കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ ഇത് എന്താണ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പണിതാണല്ലോ, അത് വീണ്ടും അതുപോലെ തന്നെ വരുവാണല്ലോ. നമ്മൾ ചിലപ്പോൾ വണ്ടി പണിത് വെച്ച് 2-3 ദിവസം വെച്ച് കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാർബേറ്ററിനകത്ത് കിടക്കുന്ന പെട്രോൾ തന്നെ ചിലപ്പോൾ ഈർപ്പം ഉണ്ടായിട്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വരും. അത് ചില ആൾക്കാരോട് അത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇതിനകത്തൊരു ഗുണമുള്ളത് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ, അതായത് 2 വീലറുകളിൽ നിന്നും, അതായത് പെട്രോൾ വാഹനങ്ങളിൽ നിന്നും ബേണായിട്ട് വരുന്ന, അതായത് ഔട്ട്പുട്ട് വരുന്ന, സൈലൻസിനകത്തൂടെ വരുന്ന ഹൈഡ്രോ കാർബണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ കണ്ടമാനം ദോഷം ചെയ്യുന്ന വാതകങ്ങളാണ്. അതിനെ ഒരു പരിധി വരെ, അതെ, വണ്ടികളുടെ എണ്ണം കൂടി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ വാഹനങ്ങളുണ്ട്. വാഹനങ്ങളില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിസ്ഥിതി മലിനീകരണം കണ്ടമാനം കൂടും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ള രീതിക്ക് വന്നേക്കുന്ന സംഭവമാണിത്. അപ്പം ഇത് ബാധിക്കുന്ന പുതിയ വണ്ടികൾക്ക് ആ പ്രശ്നമില്ല. പുതിയ വണ്ടികളുടെ ഫയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് O2 സെൻസർ തൊട്ട് MBFI പമ്പുകൾ തൊട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ പുതിയ വണ്ടികൾക്ക് വരുന്നില്ല. അതിനുള്ള കൺട്രോളിങ് അതിനകത്ത് വന്നിട്ടുണ്ട്. കാർബറേറ്റർ വരുന്ന വണ്ടികൾക്കാണ് കൂടുതലും ഈ വാതകം കത്തി കണ്ടമാനം പുറത്തേക്ക് വരുന്നൊരു സംവിധാനം ഉള്ളത്. അതായത് കത്താത്ത പെട്രോളിനെ ഇത് സൈലൻസിനകത്തോടെ തിരിച്ച് പുറത്തേക്ക് തള്ളുക. ആ കത്തുന്ന വാതകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ കണ്ടമാനം ബാധിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും എഥനോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. ഇത്രേ ഉള്ളൂ. ഇതാണ് ശരിക്കും എഥനോൾ. പക്ഷേ ഇത് പഴയ വാഹനങ്ങളെ ബാധിക്കും. അതാണ് ഇതിനകത്തെ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. കാർബറേറ്റർ ബ്ലോക്ക് ആകുക, കാർബറേറ്റർ ഓവർഫ്ലോ വരിക, വെള്ളത്തിൻ്റെ അംശം കൂടുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരും. ഇനി മുതൽ അതിനെ കണ്ടുകൊണ്ട് തന്നെ വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം വരുന്നുണ്ട് E20 പെട്രോൾ, അതായത് എഥനോൾ പെട്രോൾ ഉള്ള പെട്രോളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാർബറേറ്ററുകൾ, വണ്ടികൾക്ക് വെക്കാൻ പറ്റുന്ന കാർബറേറ്ററുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം. എന്നാലും ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാം. അപ്പോൾ അത് പല രീതിക്കും ബാധിക്കുന്നുണ്ട്. കാര്യം E20 കാർബറേറ്റർ വെക്കുമ്പോഴത്തേനും വണ്ടികളുടെ മൈലേജ് ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. അത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക. ഓരോ തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ ഇതൊരു ബുദ്ധിമുട്ട്. ഒന്നുകിൽ ഇത് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഇത് അപ്ഡേറ്റ് ആകുക, പുതിയ വാഹനങ്ങളിലേക്ക് മാറുക, പഴയ വാഹനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ ഒരു കണ്ടന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ശരിയാണ്.